തനീഷ് തമ്പി, അഭിജിത്ത് ദീപ്കെ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഒക്കെ തന്നെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് പറഞ്ഞു. എന്തായാലും ഡൽഹിയിൽ പാറ്റകൾ ഇറങ്ങുമ്പോൾ അതൊരു സൂചന നൽകുന്നുണ്ട്. ഇത്തരം ധാർമ്മിക ഉത്തരവാദിത്വം പേറാത്ത ആളുകൾക്കെതിരെ സോഷ്യൽ മീഡിയ വഴിയായും അല്ലാതെയായും പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നതും കണ്ടു. എസ്കേനത് പുതിയ കാലമാണ്, പുതിയ കാലത്തെ രാഷ്ട്രീയമാണ്. സൈബർ ഇടങ്ങളൊക്കെ സമരകേന്ദ്രങ്ങളാകുന്ന ഒരു പുതിയ സാഹചര്യമാണ്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നതും അത് വലിയ ഒരു പ്രസ്ഥാനമായി മാറുന്നതും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇത് ഇപ്പോൾ ജന്തർ മന്ദറിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതൊരു ഈ ഉദ്ദേശിച്ച രീതിയിൽ ഇത് മുന്നോട്ട് പോയില്ല എന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ള പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 1974 ബീഹാറിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്യുകയും അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ നമുക്കറിയാം. അതുവരെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പതനത്തിലേക്ക് വഴിവെച്ച രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. അത് ഇന്ത്യ ആകെ പടരുകയും തൊഴിലാളികളും കർഷകരും ഒക്കെ അതിനോടൊപ്പം ചേരുകയും ചെയ്തു. അതിനുശേഷം പിന്നീടും ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ അണ്ണാ ഹസാരെ നടത്തിയിട്ടുള്ള സമരം, ഒടുവിൽ നടന്നിട്ടുള്ള കർഷക സമരം, അത്തരം സമരങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പാർക്കുകളിലൂടെ പിന്നീട് വലിയ പ്രക്ഷോഭങ്ങളായി മാറുകയും അത് രാജ്യത്തിൻ്റെ തലവര തന്നെ മറിക്കാവുന്ന രീതിയിൽ വികസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. ആ ഓർമ്മ ഉള്ളത് കൂടി തന്നെയാണ് ഭരണകൂടം ഈ ഒരു കൂട്ടായ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, CJPക്കെതിരെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ തുടക്കത്തിൽ നടത്തിയത്. നമുക്കറിയാം, എക്സ് അക്കൗണ്ട് നിരോധിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഈ കൂട്ടായ്മയെ പൊളിക്കാനുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷേ അത് ഫലവത്തായില്ല. പിന്നീട് അവർ തന്നെ മറ്റൊരു അക്കൗണ്ടിലൂടെ രംഗത്ത് വന്നു. അതോടുകൂടി ഇതൊരു വലിയ പ്രസ്ഥാനമായി മാറുകയും ഏതാണ്ട് 20 മില്യണിലധികം ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 50% പേർ 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവരുടെ വികാരങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള രാഷ്ട്രീയമോ കേൾക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല എന്നുള്ള അവരുടെ ഒരു വിമർശനാത്മകമായിട്ടുള്ള സമീപനത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ 22 മില്യൺ ആളുകൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നിരിക്കുന്നു എന്നുള്ളത്. അവർ ഒരുപക്ഷെ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടാവില്ല. നമുക്കറിയാം, തൊട്ട് അടുത്തുള്ള രാജ്യമാണ് നേപ്പാൾ. അവിടെ ജൻസി പ്രക്ഷോഭം ഉണ്ടായി, ടുണീഷ്യയിൽ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. ഇവിടെയൊക്കെ സൈബർ ഇടങ്ങളിലൂടെയാണ്, അത് പിന്നീടാണ് വികസിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയും അങ്ങനെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വരികയും ചെയ്തത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് ഇവർ മുന്നോട്ട് വെച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സമരം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവവികാസങ്ങളുടെ തുടർച്ചയായിട്ട് അത് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം അതിലൊരു ഭയപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളൊക്കെ രാവിലെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഈ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വളരെ സമാധാനപരമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഭയം ഭരണകൂടത്തിന് ഉള്ളതുകൊണ്ടാണ്. ഇത് ഒരുപക്ഷെ നാളെ വലിയ രീതിയിൽ വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനുനയത്തിൻ്റെ ഭാഷയിൽ ആണ് ഇന്ന് പോലീസ് കാര്യങ്ങൾ നീക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ കോക്രോച്ച് ജനതാ പാർട്ടി, ഈ അഭിജിത്ത് ദീപ്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടി കുറച്ച് ദിവസങ്ങൾക്കകം ഇല്ലാതായേക്കാം എന്ന് അദ്ദേഹം തന്നെ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്നാലും തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ നിലനിൽക്കും, അത് ഈ രാജ്യത്താകെ പടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുതന്നെയാണ് ഈ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നതും. ഇനി ഭാവിയിൽ ഈ കൂട്ടായ്മ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൊരി അത് ഈ രാജ്യത്തെ ഏത് രീതിയിലേക്ക് മാറ്റും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇത് നിസ്സാരമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.